ഹായ് ഫ്രണ്ട്സ്, നമുക്കറിയാം NSE അഥവാ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ധാരാളം ഇൻഡെക്സുകളുണ്ട്. ഉദാഹരണത്തിന് നിഫ്റ്റി 50 ഇൻഡെക്സ്, അതുപോലെ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ്, മിഡ് ക്യാപ്പ് ഇൻഡെക്സ്, സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ്, അങ്ങനെ തുടങ്ങി ധാരാളം ഇൻഡെക്സുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എക്സ്ചേഞ്ച് ഇത്തരം ഇൻഡെക്സുകൾ നിർമ്മിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇൻവെസ്റ്റേഴ്സിന് മാർക്കറ്റിനെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കുക എന്നതിൻ്റെ ഉദ്ദേശത്തിലാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കുകൾ അതിൻ്റെ ബെഞ്ച് മാർക്കുമായിട്ട് എത്രമാത്രം എങ്ങനെയൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ അത് നമുക്ക് എളുപ്പത്തിൽ സഹായിക്കും. ഇപ്പോൾ നിഫ്റ്റി 50 സ്റ്റോക്കുകളുടെ ഉയർച്ച താഴ്ചകൾ നോക്കിയാണ് നാം മാർക്കറ്റിൻ്റെ ഉയർച്ചയും താഴ്ചയും വിലയിരുത്തുന്നത്. അതായത് 5000-ലധികം സ്റ്റോക്കുകളുള്ള മാർക്കറ്റിനെ പ്രതിനിധീകരിക്കുന്നത് വെറും 50 സ്റ്റോക്കുകളാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ തകർച്ചയും ഉയർച്ചയൊക്കെ പറയുന്നത് ഈ 50 സ്റ്റോക്കുകളുടെ ഉയർച്ചയും താഴ്ചയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഇൻഡെക്സുകളിൽ ഉൾപ്പെടുക എന്നത് ഏതൊരു സ്റ്റോക്കിൻ്റെയും അതിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ജേണിയിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ്. അപ്പോൾ ഇങ്ങനെ NSE എക്സ്ചേഞ്ചിൽ ഇൻഡെക്സുകളിൽ ഒരു സ്റ്റോക്കിനെ ഉൾപ്പെടുത്താനും അല്ലെങ്കിൽ ഓൾറെഡി അവിടെയുള്ള ഒരു സ്റ്റോക്കിനെ ഒഴിവാക്കാനുമുള്ള തീരുമാനം എടുക്കുന്നതിന് അതിനൊരു സബ് കമ്മിറ്റി ഉണ്ട്. ഇപ്പോൾ 2024 ഓഗസ്റ്റ് 23 ചേർന്ന ഇൻഡെക്സ് മെയിൻ്റനൻസ് സബ് കമ്മിറ്റി ഇത്തരത്തിലുള്ള ചില സ്റ്റോക്കുകൾ ഇൻഡെക്സിൽ ഉൾപ്പെടുത്താനും ചിലതിനെ ഒഴിവാക്കാനും തീരുമാനം എടുത്തിരുന്നു. അപ്പോൾ അത് പ്രാബല്യത്തിൽ വരുന്നത് ഈ വരാൻ പോകുന്ന തിങ്കളാഴ്ചത്തെ ട്രേഡിംഗ് സെഷനിലായിരിക്കും. അതായത് സെപ്റ്റംബർ 30 ഇത് ചേഞ്ചസ് നമുക്ക് ഇൻഡെക്സുകളിൽ കാണാൻ കഴിയുക. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് റീബാലൻസിങ്ങും അതുണ്ടാക്കുന്ന മാറ്റങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഇൻഡെക്സ് റിവ്യൂ ചെയ്യുന്നതിന് ഇൻഡെക്സ് മെയിൻ്റനൻസ് കമ്മിറ്റി നിശ്ചയിച്ചുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾ അതിൻ്റെ വ്യക്തമായ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് NSE വെബ്സൈറ്റിൽ കാണാൻ കഴിയും. അപ്പോൾ പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ്. രണ്ടാമത്തത് ആവറേജ് വോളിയം എത്ര ഉണ്ട്, ഡെയിലി ആവറേജ് വോളിയം എത്ര ഉണ്ട് എന്ന് പരിശോധിച്ച് കമ്പനിയുടെ ലിക്വിഡിറ്റി ഒക്കെ പരിശോധിക്കുന്ന ഒരു രീതിയാണ്. കൂടാതെ ഇങ്ങനെ പരിഗണിക്കുന്ന കമ്പനികൾ F&O സെഗ്മെൻറ്റിൽ എലിജിബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ചില മാനദണ്ഡങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇൻഡെക്സിൻ്റെ ഈ സബ് കമ്മിറ്റി വരുത്തിയിട്ടുള്ള ചേഞ്ചിനെ കുറിച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നിഫ്റ്റി 50 ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അവിടെ 2 സ്റ്റോക്കുകൾ പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ടതായിട്ട് കാണാം. ഒന്ന് ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. പിന്നെ BEL എന്ന് പറയുന്ന PSU കമ്പനിയാണ്. ഒരു പ്രധാനമായിട്ട് ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ നിർമ്മിക്കുന്ന കമ്പനിയാണ്. ഈ കമ്പനി കഴിഞ്ഞ ഒരു വർഷം നല്ലൊരു റണ്ണപ്പ് നടന്ന കമ്പനിയാണ്. 116% റിട്ടേൺ ഇൻവെസ്റ്റേഴ്സ് നൽകിയിട്ടുള്ള ഒരു തകർപ്പൻ കമ്പനിയാണ് BEL. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 2 ലക്ഷം കോടിക്ക് മുകളിലുള്ള മാർക്കറ്റ് ക്യാപ്പാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നിഫ്റ്റി 50ലേക്ക് വരാൻ പോകുന്നത്. രണ്ടാമത്തെ ഒരു കമ്പനി ട്രെൻഡ് ലിമിറ്റഡ് ആണ്. ടാറ്റയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള റീറ്റെയിൽ ചെയിൻ ഔട്ട്ലെറ്റ് ആണ് ട്രെൻഡ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ വർഷം നൽകിയ റിട്ടേൺ വമ്പിച്ച റിട്ടേൺ ആണ്. 277% ഒരു റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വർഷം നൽകിയത്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 2,78,000 കോടി കവിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതും നിഫ്റ്റി 50 ഇൻഡെക്സിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ നിഫ്റ്റി 50 ഇൻഡെക്സിലേക്ക് 2 സ്റ്റോക്കുകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നിഫ്റ്റി 50 ഇൻഡെക്സിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ല അതിനെ കോപ്പി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ധാരാളം ഇൻഡെക്സ് ഫണ്ടുകളുണ്ട്. കൂടാതെ ETF-കളും ഉണ്ട്. നിഫ്റ്റി ബീസ് എന്നൊക്കെ പറയുന്ന ETF-കളൊക്കെ ഇതിനെ കോപ്പി ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ അവരും ഈ സ്റ്റോക്ക് വാങ്ങാൻ നിർബന്ധിതമാകും. കാരണം ഈ ഇൻഡെക്സിനെ കോപ്പി ചെയ്യുന്നതുകൊണ്ട് അവരും ഈ സ്റ്റോക്ക് വാങ്ങേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ശക്തമായിട്ടുള്ള ബൈങ് നടക്കും. അത് ഈ സ്റ്റോക്കിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കും. അപ്പോൾ ഓൾറെഡി അതിലുള്ള മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 2 കമ്പനികൾ നിഫ്റ്റി 50ലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് 2 കമ്പനികൾ പുറത്തു പോകുന്നുണ്ട്. അതിലൊന്ന് ഡിവിസ് ലബോറട്ടറീസ് ആണ്. അപ്പോൾ ഇതൊരു ലീഡിംഗ് ഫാർമ കമ്പനിയാണ്. ഇപ്പോൾ ഈ കമ്പനി റിക്കവർ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് റിവ്യൂ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഏതായാലും ഈ കമ്പനിയാണ് നിഫ്റ്റി 50യിൽ നിന്ന് ഔട്ടായി പോകുന്നത്. 0.55% ഒരു വെയിറ്റേജ് ആണ് ഇതിന് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ കമ്പനി നിഫ്റ്റി 50യിൽ നിന്ന് പുറത്തു പോകുന്നത് LTI Mindtree എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് ലാർസൻ ആൻഡ് ടൂബ്രോയുടെ ഒരു സബ്സിഡിയറി കമ്പനിയാണ് IT മേഖലയിലുള്ള. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 0.47% ആയിരുന്നു നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കും നിഫ്റ്റി 50യിൽ നിന്ന് ഔട്ടാവുകയാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 2 മാറ്റങ്ങൾ നിഫ്റ്റി 50 ഇൻഡെക്സിൽ വരാൻ പോകുന്നത്. അടുത്ത നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 12 സ്റ്റോക്കുകളുടെ ഒരു കൂട്ടമാണ്. അപ്പോൾ ഈ 12 സ്റ്റോക്കുകളിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും പബ്ലിക് സെക്ടർ ബാങ്കുകളും അടങ്ങിയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണിത്. F&O സെഗ്മെന്റിലുള്ള പ്രധാനപ്പെട്ട ഒരു ട്രേഡിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ ഇവിടെ പുതുതായിട്ട് വരാൻ പോകുന്ന സ്റ്റോക്ക് കാനറ ബാങ്കാണ്. കഴിഞ്ഞ ഒരു വർഷം 50% മുന്നേറ്റം ഈ സ്റ്റോക്കിൽ ഉണ്ടായതായിട്ട് കാണാം. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 1 ലക്ഷം കോടി കവിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊരു ലാർജ് ക്യാപ്പ് കമ്പനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബാങ്കാണ് ഇപ്പോൾ ഇതിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ നിന്ന് എക്സിറ്റ് ആവാൻ പോകുന്നത് ബന്ധൻ ബാങ്കാണ്. അപ്പോൾ ബന്ധൻ ബാങ്ക് ലിമിറ്റഡ് ഏകദേശം 1.98% വെയിറ്റേജ് ആയിരുന്നു നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ബാങ്കാണ് ഇൻഡെക്സിൽ നിന്ന് പുറത്തു പോകുന്നത്. അപ്പോൾ ഇതാണ്
ബാങ്ക് നിഫ്റ്റിയിലുള്ള പ്രധാനപ്പെട്ട മാറ്റം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വരാൻ പോകുന്നത് നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സിലാണ്. അപ്പോൾ നമുക്കറിയാം ടോപ്പ് 100 കമ്പനികളിൽ നിഫ്റ്റി 50 കമ്പനികൾ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന 50 കമ്പനികളാണ് നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സിലുള്ളത്. ഇതും ഒരു പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന 2 കമ്പനികൾ, ഒന്ന് നിഫ്റ്റി 50യിൽ നിന്ന് ഔട്ടായിട്ടുള്ള LTI Mindtree മറ്റൊന്ന് ഡിവിസ് ലബോറട്ടറീസുമാണ്. ഇത് കൂടാതെ പുതുതായിട്ട് 5 കമ്പനികൾ കൂടി ഇവിടേക്ക് വരുന്നുണ്ട്. അതിലൊന്ന് ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് അഥവാ ബെൽ എന്ന് പറയുന്ന കമ്പനിയാണ്. 124% റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് നൽകിയത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 1 ലക്ഷം കോടി കവിഞ്ഞിരിക്കുകയാണ്. മറ്റൊരു സ്റ്റോക്ക് JSW എനർജിയാണ്. JSW എനർജി കഴിഞ്ഞ ഒരു വർഷം നൽകിയ റിട്ടേൺ 76%. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 1.29 ലാക്ക് കോടിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതും ഒരു ലാർജ് ക്യാപ്പ് കമ്പനിയായി മാറിയിരിക്കുകയാണ്. മറ്റൊന്ന് മാക്രോടെക് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. ഈ കമ്പനി 61% റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വർഷം നൽകിയത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പും 1.29 ലാക്ക് ക്രോർ ആയിട്ട് മാറിയിട്ടുണ്ട്. മറ്റൊരു സ്റ്റോക്ക് NHPC ആണ്. ഇതൊരു PSU സെഗ്മെൻറ്റിലുള്ള റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിലുള്ള കമ്പനിയാണ്. ഈ കമ്പനി 81% റിട്ടേൺ ആണ് കഴിഞ്ഞ വർഷം നൽകിയത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 95,000 ക്രോർ ആയിട്ട് ഏകദേശം 1 ലക്ഷത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സ്റ്റോക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇത് കഴിഞ്ഞ ഒരു വർഷം നൽകിയ റിട്ടേൺ 19% ആണ്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പും ഏകദേശം 94,000 കോടി, ഏകദേശം 1 ലക്ഷം കോടിക്ക് അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് 5 സ്റ്റോക്കുകൾ പുതുതായിട്ട് നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സിൻ്റെ ഫോളോ ചെയ്യുന്ന ഫണ്ടുകൾ, മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, ETF ആയിക്കോട്ടെ, അത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അവർ ഈ സ്റ്റോക്കുകൾ ബൈ ചെയ്യാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫണ്ട് ഫ്ലോ ഈ സ്റ്റോക്കുകളിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പുതുതായിട്ട് 5 കമ്പനികൾക്ക് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് ചില കമ്പനികൾ പുറത്തേക്ക് പോകുന്നുണ്ട്. നമുക്കറിയാം ഭാരത് ഇലക്ട്രോണിക്സും ട്രെൻഡും ഇവിടെ നിന്ന് പുറത്തേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്, അതായത് നിഫ്റ്റി 50യിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ബർജർ പെയിൻറ്റ്സ് 0.18% വെയിറ്റേജ് ഉണ്ടായിരുന്നു ബർജർ പെയിൻറ്റിന്. അത് ഈ ഇൻഡെക്സിൽ നിന്ന് പുറത്തു പോവുകയാണ്. മറ്റൊന്ന് കോൾഗേറ്റ് പാമലീവ് ആണ്. ഇതും 1.19% വെയിറ്റേജ് ഈ നെക്സ്റ്റ് 50 ഇൻഡെക്സിലുണ്ടായിരുന്നു. അതും പുറത്തു പോവുകയാണ്. മറ്റൊന്ന് മാരിക്കോ ലിമിറ്റഡ് ആണ്. ഈ ഒരു FMCG കമ്പനി 1.04% വെയിറ്റേജ് ഉണ്ടായിരുന്നു. അതും പുറത്തു പോവുകയാണ്. മറ്റൊന്ന് SBI കാർഡ്സ് ആൻഡ് പേയ്മെൻറ്റ് സർവീസസ് ആണ്. ഇത് 0.83% വെയിറ്റേജ് നെക്സ്റ്റ് 50യിലുണ്ടായിരുന്നു. അതും പുറത്തു പോവുകയാണ്. മറ്റൊന്ന് SRF ലിമിറ്റഡ് ആണ്. ഇതും 0.91% വെയിറ്റേജ് നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സിലുണ്ടായിരുന്നു. അതും പുറത്തു പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റി നെക്സ്റ്റ് 50യിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഡെക്സായ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഇൻഡെക്സ്, അതായത് നിഫ്റ്റി 100 കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന 150 സ്റ്റോക്കുകളെയാണ് നിഫ്റ്റി മിഡ് ക്യാപ് 150 ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ 150 ഇൻഡെക്സിൽ നിന്ന് സെലക്ട് ചെയ്ത 25 സ്റ്റോക്കുകളുടെ കൂട്ടമാണ് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിഡ് ക്യാപ് സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളുടെ അതിൽ നിന്നും തെരഞ്ഞെടുത്ത, അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിലും അതേപോലെ ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിലുമൊക്കെ സെമി ആനുവലി ബാലൻസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്തിട്ടുള്ള മിഡ് ക്യാപ് സ്റ്റോക്കുകൾ മാത്രമാണ് ഈ മിഡ് ക്യാപ് സെലക്ട് ഇൻഡെക്സിൽ ഉണ്ടാവുക. ഇതിൽ 25 സ്റ്റോക്കുകളാണ് ഉണ്ടാവുക. ഇതിലേക്ക് വരാൻ പോകുന്ന 2 സ്റ്റോക്കുകൾ, ഒന്ന് കോൾഗേറ്റ് പാമലീവും മറ്റൊന്ന് SRF ലിമിറ്റഡുമാണ്. നമുക്കറിയാം നിഫ്റ്റി നെക്സ്റ്റ് 50യിൽ നിന്ന് പുറത്തായ കോൾഗേറ്റ് പാമലീവ് ഇപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിലേക്ക് വരികയാണ്. അതേപോലെ തന്നെ SRF എന്ന് പറയുന്ന കെമിക്കൽ കമ്പനിയും അതിലേക്ക് വരികയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ സ്റ്റോക്കുകൾ തരം താഴ്ത്തപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ പുതുതായിട്ട് ഇതിൻ്റെ താഴെയുള്ള ഇൻഡെക്സുകളിൽ നിന്ന് മുകളിലേക്ക് കയറി വന്ന 2 സ്റ്റോക്കുകളുണ്ട്. അതിലൊന്ന് ഡിക്സൺ ടെക്നോളജീസ് ആണ്. നമുക്കറിയാം ഡിക്സൺ ടെക്നോളജീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് കമ്പനികളുടെ പിറകിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡാണ്. അവരാണ് പല വിധത്തിലുള്ള ഈ ഗാഡ്ജറ്റ്സുകൾ, ടെലിഫോണാകട്ടെ, ലാപ്ടോപ്പ് ആകട്ടെ, അങ്ങനെ തുടങ്ങി ടെലിവിഷൻ മുതൽ എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സും പല കമ്പനികൾക്കും സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് ഡിക്സൺ ടെക്നോളജീസ്. അപ്പോൾ ഇവർ ഈ ഒരു നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിലേക്ക് വരാൻ പോവുകയാണ്. മറ്റൊന്ന് ഇൻഡസ് ടവേഴ്സ് ആണ്. ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തുള്ള ഈ ഒരു പ്രധാനപ്പെട്ട ടവർ കമ്പനി. ഇതും ഈ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഇൻഡെക്സിലേക്ക് വരാൻ പോവുകയാണ്. എന്നാൽ ഈ മിഡ് ക്യാപ് സെലക്റ്റിൽ നിന്ന് 4 സ്റ്റോക്കുകൾ പുറത്തേക്ക് പോകുന്നുണ്ട്. കാരണം ഇവിടെ 4 സ്റ്റോക്കുകൾ വന്നതുകൊണ്ട് 4 സ്റ്റോക്കുകൾ പുറത്തേക്ക് പോകേണ്ടതുണ്ട്. അതിലൊന്ന് ജൂബിലൻറ്റ് ഫുഡ് വർക്ക്സ് ആണ്. 2.43% വെയിറ്റേജ് ഈ സെലക്ട് ഇൻഡെക്സിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നത് പുറത്തേക്ക് പോവുകയാണ്. മറ്റൊന്ന് പേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന വളരെയധികം ഹൈ പ്രൈസിൽ ട്രേഡ് ചെയ്യുന്ന ഈ പേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഈ ഒരു ഗാർമെൻറ്റ് സ്റ്റോക്ക്, അത് 2.64% വെയിറ്റേജ് ഈ ഇൻഡെക്സിലുണ്ടായിരുന്നു. അതും പുറത്തേക്ക് പോവുകയാണ്. മറ്റൊന്ന് UPL എന്ന് പറയുന്ന കെമിക്കൽ കമ്പനിയാണ്. ഇത് 2.45% വെയിറ്റേജ് ഇതിലുണ്ടായിരുന്നു. അതും ഈ ഇൻഡെക്സിൽ നിന്ന് പുറത്തു പോവുകയാണ്. മറ്റൊന്ന് വോഡഫോൺ ഐഡിയ ആണ്. അതും ഇൻഡെക്സിൽ നിന്ന് പുറത്തു പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റം മിഡ് ക്യാപ് സെലക്ട് ഇൻഡെക്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ
ചില സ്റ്റോക്കുകൾ അതിൻ്റെ പ്രസൻറ്റ് സ്റ്റാറ്റസിൽ നിന്ന് താഴ്ത്തു പോവുകയും ചിലത് അവരുടെ സ്റ്റാറ്റസ് ഉയർത്തപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു ചേഞ്ചാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇത്തരം ഉയർത്തപ്പെടുന്ന സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ചെയ്യേണ്ടതാണ്. കാരണം അതിൽ നല്ല തോതിലുള്ള ബൈങ് വരാനുള്ള സാധ്യതകളുണ്ട്, നല്ല തോതിലുള്ള ഫണ്ട് വരാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ താഴ്ത്തപ്പെട്ട സ്റ്റോക്കുകൾ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ പറ്റുന്ന നല്ല സ്റ്റോക്കുകൾ തന്നെയാണ്. അതായത് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും അതിൻ്റെ ട്രേഡിംഗ് വോളിയവും ടെമ്പററി ആയിട്ട് പല സ്റ്റോക്കുകളും കുറഞ്ഞു പോകാറുണ്ട്. അത്തരം അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും ഇൻഡെക്സ് പുറത്തു പോകും. പക്ഷേ അത് ചില അനുകൂല സാഹചര്യം വരുമ്പോൾ തിരിച്ച് വരികയും ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ഇൻഡെക്സുകളിൽ നിന്ന് പുറത്തു പോകുന്നതും തിരിച്ചു വരുന്നതൊക്കെ സ്വാഭാവിക സംഭവങ്ങളാണ്. ഇതൊക്കെ വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് ഇതെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.